ലോജിസ്റ്റിക്സിന്റെ ഒരു പ്രാധാന്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതില് ബിസിനസ് ചെയ്യുന്നവരുണ്ടോ? ലോജിസ്റ്റിക്സിന്റെ ഫസ്റ്റ് യൂണിറ്റിൽ ഞാൻ ക്ലാസ് കിട്ടിയിട്ടില്ല. ക്ലാസ് കിട്ടിയിട്ടില്ല. അതില് റെക്കോർഡ് ഉണ്ടെന്ന് തോന്നുന്നത്. ഹനീഫ സാറ് ഉണ്ട്, സാറ് പറയും. ജാസ്മിൻ അമ്മയും ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഫ്രീ ലിങ്ക് കിട്ടിയപ്പോ മറ്റേത് ഒരു 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ ക്ലാസ് ആയിരുന്നു. പേയ്മെന്റ് ചെയ്ത ആൾക്കാരും അത് ആദ്യത്തെ 2 യൂണിറ്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. പബ്ലിക്കിലേക്ക് ലിങ്ക് ഇട്ടിരുന്നു. അന്ന് ജാസ്മിൻ മാം ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജാസ്മിൻ മാമിന് അതിന്റെ റെക്കോർഡ് തരാം കേട്ടോ. ഫസ്റ്റ് ക്ലാസിന്റെ റെക്കോർഡ് തരാം. ഓക്കെ. അപ്പോ ഇതില് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ചെയ്യുന്നില്ല, ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബിസിനസ് അതിലൂടെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ജാസ്മിന പറഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? ബിസിനസ്സിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഷാഹിനാണ്. ഓക്കെ. താല്പര്യം ഇല്ല എന്ന് പറയുന്നു അല്ലെ? അപ്പൊ നിങ്ങള് സൈക്കോളജി സ്റ്റുഡൻസ് അല്ലേ എല്ലാവരും? ഓക്കെ. സൈക്കോളജിയിൽ നമ്മള് ഓർഗനൈസേഷണൽ സൈക്കോളജി OB എന്ന് പറയും. അപ്പോ ഓർഗനൈസേഷണൽ ബിഹേവിയർ സൈക്കോളജി എന്ന് പറയും. അപ്പൊ അതില് നമ്മള് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ IO സൈക്കോളജിസ്റ്റ് എന്നൊക്കെ നമ്മൾ അവരെ പറയും. അപ്പോ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിനോട് താല്പര്യമുള്ള ആളുകൾ ഇതൊരു സൈക്കോളജി റിലേറ്റഡ് ആയ ഒരു വിഷയം ബന്ധപ്പെട്ട് ഞാൻ കണക്ട് ചെയ്തതാണ്. എന്താ വെച്ചാല് നമ്മള് OBയില് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ അതിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൽ ഒരാള് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിൽ അതിൽ പ്രധാനപ്പെട്ട ഒരാളെ ഒരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇയാൾ സ്വീകരിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ നമ്മൾ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സൈക്കോളജിയുടെ ഒരു ഫീൽഡാണ് OB അല്ലെങ്കിൽ IO സൈക്കോളജി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ എനിവേ നമുക്ക് സൈക്കോളജി പഠിച്ചുകൊണ്ട് ഇത് പഠിക്കേണ്ട അങ്ങനൊന്നുമില്ല. നമ്മള് ഈ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ OB സൈക്കോളജിയിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇനിയിപ്പോ ഞാനിപ്പോ ഇതിലേക്ക് പോവാണ്, PPTയിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. എന്താ വെച്ചാല് ഞാൻ ഇപ്പോ സ്ക്രീൻ കാണില്ല, നിങ്ങളുടെ ഗൂഗിൾ മീറ്റിന്റെ ആ സ്ക്രീന് കാണില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വോയിസിൽ പറയാ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിന് എടുത്തു, സാറിന്റെ റെക്കോർഡ് തരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിലേക്ക് വരുന്ന മുമ്പായിട്ടേ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഈ യൂണിറ്റിലേക്ക് വരാം. ഇപ്പൊ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്? എന്താണ്? ഞാൻ പറഞ്ഞു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഒരു സാധനമാണ്, ഒരു സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് യൂണിറ്റിൽ ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ലോജിസ്റ്റിക്സ് എന്നുള്ള ടേം തന്നെ വരുന്നത് ഒരു ഗ്രീക്ക് ടേം ആയിട്ടുള്ള ലോഗോസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ എന്നൊക്കെ അർത്ഥം. അതേപോലെ ഒരു ഫ്രഞ്ച് വേർഡ് ഉണ്ട് ലോഗർ. അപ്പോൾ ഈ 2 വേർഡിൽ നിന്നാണ് ലോജിസ്റ്റിക്സ് എന്ന വാക്ക് വരുന്നത്. ലോഗർ എന്ന് പറഞ്ഞാല് അതായത് ഈ ആർമി ഉണ്ടല്ലോ, അതായത് ആദ്യമായിട്ട് ഈ ലോജിസ്റ്റിക്സ് ഒക്കെ ഒരു വിഷയത്തിന്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലേ ഇപ്പൊ ലോജിസ്റ്റിക്സ് ആദ്യമായിട്ട് ഈ ആർമിയിൽ ഇപ്പോ വേൾഡ് വാറിലൊക്കെ അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആർമിയിലൊക്കെ യൂസ് ചെയ്ത ഒരു ടോപ്പിക് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിട്ടാണ് ഈ ഒരു ലോജിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ആർമിയിൽ ഒരു ആർമി ട്രൂപ്പ് ആർമി ആയിട്ടുള്ള ഒരു സംഘത്തെ നമ്മളൊരു പെർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നീക്കുമ്പോൾ ആ ഒരു മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം, അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ലോജിസ്റ്റിക്സ് ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫ്രഞ്ച് വേർഡ് നമ്മൾ ലോഗർ എന്ന വേർഡ് കണ്ടില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ലോഗർ എന്ന വേർഡിന്റെ അർത്ഥം ഫ്രഞ്ചില് ഈ ആർമികളുടെ സപ്ലൈ അതേപോലെ അവരുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് നമ്മൾ ലോഗർ എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഒരു മൂവ്മെന്റും അതേപോലെ നേരത്തെ പറഞ്ഞ ലോഗോസ് എന്ന് പറഞ്ഞ ഓർഡർ. അപ്പൊ അതാണ് ഒരു വേർഡിന്റെ ഒരു ഒറിജിൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ പിന്നീട് ഈ ഒരു ലോജിസ്റ്റിക്സ് എന്നുള്ളത് ആർമിയുടെ മാനേജ്മെന്റിൽ നിന്ന് മാറിയിട്ട് ഒന്നുകൂടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വന്നതിന് ശേഷം അത് ബിസിനസ്സിലേക്കൊക്കെ വന്നുകൊണ്ട് ഒരുപാട് വ്യാപകമാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബിസിനസ്സിലൊക്കെ ഈ ഒരു വിഷയം വന്നപ്പോൾ വളരെ എലബറേറ്റഡ് ആയിട്ട് വന്നപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ലോജിസ്റ്റിക്സിനെ കാണുന്നത്. അപ്പൊ ആ ഒരു രീതിയിലായിട്ടാണ് നമ്മുടെ ഒരു സബ്ജക്ട് പോണത്, ബിസിനസ്സുമായി ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതില് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മാനേജ്മെന്റ് ഓഫ് ദി ഫ്ലോ ഓഫ് തിങ്സ് ബിറ്റ്വീൻ ദി
point of origin and the point of consumption to meet the requirements of customers or corporations. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ടാവല്ലോ, ഒറിജിൻ, ഓക്കെ, മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പൊ അത് ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിലേക്ക് എത്തുന്ന, അത് പോയിന്റ് ഓഫ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ. ഒന്നല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഒരു കസ്റ്റമർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് ഒരു കമ്പനി, ഒരു മാർക്കറ്റിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വസ്തു ഉണ്ടാക്കിയ സ്ഥലത്ത് മുതൽ അത് അവിടേക്ക് എത്തുന്ന ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലായോ? പറയൂ. ഹലോ, നിങ്ങളോട് ഇല്ലേ? ഒന്നുകൂടെ മനസ്സിലായോ? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാലേ നമ്മള് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാവല്ലോ, ഇപ്പൊ നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ എടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലം, അത് നമുക്കൊരു ഇൻഡസ്ട്രി എന്ന് പറയാം അല്ലെ. അപ്പോ ആ സ്ഥലത്തുനിന്ന് ആ ഒരു പ്രൊഡക്റ്റ് അത് വാങ്ങുന്ന ആള്, കൺസ്യൂം ചെയ്യുന്ന ആളുണ്ടല്ലോ, കൺസ്യൂമർ, അതില് അയാളിലേക്ക് എത്തുന്ന വരെയുള്ള ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് പോകുന്ന വരെയുള്ള ആ ഫ്ലോ, അതിനിടയിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് ഇപ്പോ എന്റെ കയ്യിലുള്ള ഈ ഫോണ് ഇതൊരു കമ്പനി ഉണ്ടാക്കിയത്, അത് ഓപ്പോ കമ്പനിയാണ്. അപ്പോ ഓപ്പോ കമ്പനിയുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് അത് എന്നിലേക്ക് എത്തുന്ന അത് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഫ്ലോ നടക്കുന്നില്ല. അതായത് ആദ്യം ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ മെഷീനിലേക്ക് റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നു, എന്നിട്ട് അവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്നു, അവിടുന്ന് പാക്കേജ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഇതിലേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പൊ അതുവരെയുള്ള ആ ഒരു ഫ്ലോനെസ് ഉണ്ട്, ആ ഫ്ലോ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അപ്പൊ ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരാം. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യണത് ഒന്നാമത്തെ ടോപ്പിക്കാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. അതിന്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയാന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് ടോപ്പിക്ക്. പിന്നെ വരുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ കുറിച്ച് നമ്മൾ പറയും. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതിന്റെ ഒരു സ്കോപ്പ് എന്താണ് അതിനെ കുറിച്ച് പറയും. പിന്നെ അവസാനമായിട്ട് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു അത്യാവശ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാണ്. ലോജിസ്റ്റിക്സ് എന്താ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ലോജിസ്റ്റിക്സിനെ മാനേജ് ചെയ്യാം, അതിനാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഇന്റഗ്രേറ്റ്സ് ദി മൂവ്മെന്റ് ഓഫ് പ്രൊഡക്ട്സ്, സർവീസസ്, ഡാറ്റ ആൻഡ് ക്യാപിറ്റൽ ഫ്രം ദി സ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ദി കൺസ്യൂമർ പ്രൊഡക്റ്റ്. ഒരു റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ആ ഒരു കേന്ദ്രം, ആ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുന്ന അതുവരെയുള്ള അതിന്റെ ആ പ്രൊഡക്റ്റിന്റെ മൂവ്മെന്റ്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട ആ പ്രൊഡക്റ്റിന്റെ സർവീസസ്, അതിന്റെ ഡാറ്റ, അതേപോലെ അതിന്റെ ക്യാപിറ്റൽ, അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന, അതിനെ കുറിച്ചൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഫീൽഡ്, ഒരു വിഷയത്തെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കൗൺസിൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രൊഫഷണൽസ്, അതൊരു സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൗൺസിലാണ്. അവര് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിച്ച് പ്ലാൻസ്, implements and controls the efficient, effective, forward and reverse flow and storage of goods, services and related information between the point of origin and the point of consumption in order to meet customers' requirements. ഒരു കസ്റ്റമർ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഓപ്പോ
ഈ ഓപ്പോ ഫോൺ മേടിക്കുന്ന ഞാൻ, അതാണ് ഇവിടെ കസ്റ്റമർ ഞാനാണ്. അപ്പോൾ എനിക്ക് വേണ്ട റിക്വയർമെന്റ്സ് ഒക്കെ ഇതിനൊക്കെ പൂർത്തീകരിച്ചു തരുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്നുള്ള അവര് അവിടുന്ന് ഇങ്ങോട്ട് വരെ നമുക്ക് എത്തുന്ന പ്രോസസ്സ്, അവിടെ ഉണ്ടാകുന്ന പ്രോസസ്സ്, ഇപ്പോൾ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, ഇപ്പോൾ ഈ ഫോണൊക്കെ സ്റ്റോറേജ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ അതിന്റെ സർവീസസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് എന്നിലേക്ക് എത്തുന്ന ആ ഒരു രീതിയെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഇനി ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതിൽ വരുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്. ഇതിൽ ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന് മനസ്സിലായോ? എന്താ മനസ്സിലായോ? ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ, അത് മനസ്സിലായിട്ടുണ്ടോ? പറയൂ. ഇല്ല, മനസ്സിലായിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു മിനിറ്റ്, നോട്ട്സ് ഇതിന്റെ കൂടെ തന്നെ തരാൻ പറ്റുമോ? അത് പറയേണ്ടത് ഞാനല്ല, ഞാനിപ്പോ ഇതിന്റെ ഫാക്കൽറ്റി ആണ്. നോട്ട്സ് സാറ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ അനീഫ സാർ ഉണ്ടല്ലോ, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നോട്ട്സ് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് നോട്ട്സ് കിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ സാറോട് ഒന്ന് കോണ്ടാക്ട് ചെയ്യൂട്ടോ. സാറ് പറയൂട്ടോ. ഓക്കെ. അപ്പോ ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലേ, ഇൻബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന അർത്ഥം. അതായത് ഒരു കമ്പനിക്ക് അങ്ങോട്ട് വരുന്ന, അതായത് ഇങ്ങോട്ട് ആ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, പ്രൊഡക്ട്സ്, അതിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇൻബൗണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന പ്രൊഡക്റ്റ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷനെ മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഔട്ട് ബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്ന പ്രൊഡക്റ്റ്, അതേപോലെ ആ കമ്പനിയിലേക്ക് വരുന്ന പ്രൊഡക്റ്റ്, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിൽ ഒരു കാര്യം അതാണ്. പിന്നെ ഫ്ലീറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ആ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഈ ഉദാഹരണം ഓപ്പോ ഫോൺ, പറഞ്ഞ ഉദാഹരണത്തിൽ ഓപ്പോ ഫോൺ. അപ്പൊ ആ ഓപ്പോ ഫോണിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കുന്ന ബസ് ആണെന്നുണ്ടെങ്കിലും ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ആ ഒരു വെഹിക്കിളിനാണ് നമ്മൾ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വെഹിക്കിൾ എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഇപ്പോ നല്ല റൂട്ട്, ഇപ്പോ ഇവിടുന്ന് ഉദാഹരണം നമ്മൾ അമേരിക്കക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഏത് ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ബസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ സമയം പോകേണ്ടി വരും. പക്ഷെ അതിന്റെ പകരം നമ്മളൊരു വിമാനം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എഫിഷ്യന്റ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫ്ലീറ്റ് മാനേജ്മെന്റ് പറഞ്ഞാൽ ആ ഒരു വെഹിക്കിൾ ഏത് ചൂസ് ചെയ്യണം, അതുപോലെ അതിലേക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് അതിൽ എങ്ങനെയൊക്കെ വെക്കണം, ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ ട്രാൻസ്പോർട്ടിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു കാര്യവും എന്തുവരും, ലോജിസ്റ്റിക്സിന്റെ കീഴിൽ വരും. അതിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റേത് വെയർ ഹൗസിങ്. വെയർ ഹൗസർ എന്താ മനസ്സിലായോ? ഇതൊക്കെ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? വെയർ ഹൗസ് എന്നൊക്കെ മനസ്സിലായില്ലേ? ആരെയും പറയൂ, വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെയർ ഹൗസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റ് ആണോ? പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റ് അല്ല. വെയർ ഹൗസ് എന്ന് പറഞ്ഞാലേ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം അത് സൂക്ഷിക്കാൻ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഗോഡൌൺ എന്ന് പറയില്ലേ, അതാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ വെയർ ഹൗസിങ് അതും എന്തിന്റെ ആക്ടിവിറ്റി ആണ്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ വരുന്ന ഒരു ആക്ടിവിറ്റി ആണ്. ഓക്കെ, ഇനി മെറ്റീരിയൽസ് ഹാൻഡ്ലിങ്. ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇപ്പൊ ഉദാഹരണം നമ്മൾ പറഞ്ഞ ഓപ്പോ ഫോൺ ആണ്. ഇപ്പൊ ഈ ഓപ്പോ ഫോൺ എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെ ഹാൻഡിൽ ചെയ്യണം, ആ ഒരു വിഷയവും എന്തിൽ വരുന്നുണ്ട്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതേപോലെ മാനേജ്മെന്റ് ഇവിടെ. ഓക്കെ, അതേപോലെ ഓർഡർ ഫുൾഫിൽമെന്റ്. ഒരാള് നമ്മളെ പ്രൊഡക്റ്റ് അത് ഓർഡർ ചെയ്തു, അപ്പൊ അയാൾക്ക് ഇത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. അപ്പൊ അതാണ് ഓർഡർ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി വരുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കീഴിലാണ്. അതേപോലെ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ഡിസൈൻ, അതേപോലെ ഇൻവെന്ററി മാനേജ്മെന്റ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, നമ്മുടെ സ്റ്റോക്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അത് നമ്മുടെ കമ്പനിയിൽ നിന്ന് ആ ഒരു ആളിലേക്ക് എത്തുന്ന വരെയുള്ള ആ പ്രോസസ്സിനൊക്കെ മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ സപ്ലൈ ഓർ ഡിമാൻഡ് പ്ലാനിങ്,
സപ്ലൈ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അതേപോലെ മാനേജ്മെന്റ് ഓഫ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സ്, ഇത് വരുന്ന ടേമാണ്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ലോജിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഓരോ കമ്പനിക്കും ഈ ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ ഇപ്പൊ ലോജിസ്റ്റിക്സ് എന്താ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ലോജിസ്റ്റിക്സ് എന്താ പറഞ്ഞാൽ ഒരാൾ പറയോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച്, മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും പറയാട്ടോ. ആരെയും പറയോ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാനേജ്മെന്റ് പിന്നെ ഒരു പ്രൊഡക്റ്റ് ആടുന്ന് ഫസ്റ്റ് ഒറിജിൻ മുതൽ ലാസ്റ്റ് ആയി എത്തുന്നവരെയുള്ള ആ ഒരു സംഭവം. ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതെ, ശരിയാണ്, ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. അപ്പോ ആ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അപ്പോ ആ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കമ്പനീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഡെലിവറി കേട്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ട്. ഡെലിവറി. അപ്പൊ ഈ ഡെലിവറി എന്താണ്? ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സർവീസ് ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, കൊറിയർ സർവീസ്, അല്ലേ? അപ്പൊ ഇതൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ആര്? ഡെലിവറി. ഉദാഹരണം നമുക്ക് ഇപ്പൊ ഒരു കമ്പനി, ഒരു കമ്പനിയുടെ ഒരു പേരിന്റെ ഒരു ഉദാഹരണം പറയാം ആരെങ്കിലും? ഉദാഹരണം ഹീറോ കമ്പനിക്ക് എന്തുണ്ട്? നല്ല പ്രൊഡക്ഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്തായാലും ഇതെങ്ങനെ മാനേജ് ചെയ്യണം, ഈ ഒരു ഓരോ പ്രൊഡക്റ്റിനെ ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെ എത്തിക്കണം, അതേപോലെ അവിടുന്ന് മാർക്കറ്റ്സിലേക്ക് എങ്ങനെയൊക്കെ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ അറിയോ? ഇതേപോലുള്ള ഏതെങ്കിലും കൊറിയർ കമ്പനിക്ക് എന്ത് ചെയ്യും? ഇവര് ബന്ധപ്പെടും, എന്നിട്ട് അവരെ ഏൽപ്പിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ആര്? ഡെലിവറി. ഇപ്പൊ ഹീറോ കമ്പനി ഡെലിവറി കമ്പനി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ആളുകൾക്ക് എത്തിക്കാൻ എന്ത് ചെയ്യും? ഈ ഡെലിവറി ആയിട്ടുള്ള ഈ ഒരു സർവീസ് ഇവരെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയാ, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി പിന്നെ പറയാട്ടോ, നിങ്ങള് റെസ്പോണ്ട് ചെയ്യ്. ആരുമില്ലേ? ഷാഹിന, ജാസ്മിന, മനസ്സിലായോ? അതായത് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കമ്പനി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ പോകാം. ഇപ്പൊ ഓപ്പോ കമ്പനി, ഇപ്പൊ ഓപ്പോന്റെ ഈ ഫോൺ ഉണ്ടല്ലോ, അവരുടെ കമ്പനിക്ക് എന്തുണ്ടാവും? ഒരു സർവീസ്, അത് ഈ പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് ആളിലേക്ക് എത്തിക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസ് ചെയ്യുന്ന ആളുണ്ടാകും. അതിനാണ് നമ്മൾ എന്താ പറയുക, ആ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ ഈ ഫോണിനെ ആളുകൾക്ക് എത്തിക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യം ചെയ്യുന്ന ഒരു കമ്പനി, അതിനാണ് നമ്മൾ എന്താ പറയാ, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുക, മാനേജ്മെന്റ് ഓഫ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സ്, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ആക്ടിവിറ്റി ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ലോജിസ്റ്റിക്സ് ഇത് മാത്രമല്ല, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് ആളിലേക്ക് എത്തിക്കാനും, അതേപോലെ അവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മൂവ്മെന്റ് നടത്താനും. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇപ്പൊ അമേരിക്കയിലേക്ക് ബസ് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പം എന്താണ്? ഒരു വിമാനത്തിൽ പോകുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് എന്താ ചെയ്യാം? കുറെ കോസ്റ്റ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ എഫിഷ്യന്റ് ആയിട്ട് നമുക്കതിനെ അമേരിക്കയിലേക്ക് ആ പ്രൊഡക്റ്റിനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. മനസ്സിലായോ? അപ്പോ ഇതൊക്കെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചറിൽ അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും അത് വിൽക്കപ്പെടുന്ന ആളിലേക്ക് എത്തിക്കുന്നതിനിടയിലുള്ള പ്രോസസ്സ്. ഇതിൽ കണ്ടില്ല നിങ്ങൾ? പ്ലാനിങ്, അതേപോലെ മാനേജ്മെന്റ്, പാക്കേജിങ്, ട്രാൻസ്പോർട്ട്, ഇൻവെന്ററി, ട്രാക്കിങ്, ഡിസ്ട്രിബ്യൂഷൻ.
അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഹലോ ഹലോ, നിങ്ങൾ ഇവിടെ അല്ലേ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത് ഇപ്പോ? ഓക്കെ, ഇനി നമ്മള് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണം. അതേപോലെ നല്ല റോ മെറ്റീരിയൽസ് ഇവർക്ക് ഉപയോഗിക്കാൻ കിട്ടണം, കമ്പനിക്ക് ഉപയോഗിക്കാൻ കിട്ടണം. അതേപോലെ കൃത്യമായിട്ടുള്ള ഗോഡൌൺ ഫെസിലിറ്റീസ് ഒക്കെ ഇവർക്ക് വേണം. അതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് പറ്റുക? കൃത്യമായിട്ട് ഈ അവരുടെ പ്രൊഡക്റ്റിനെ മാനേജ് ചെയ്യാനും അത്യാവശ്യം വേണ്ട പ്രൊഡക്ട്സിനൊക്കെ ഉൽപ്പാദിപ്പിക്കാനും പിന്നെ ഒരു സ്കാർസിറ്റി ഇവരെ യാതൊരു സമയത്തും ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഈ പ്രൊഡക്റ്റ് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ആ ഒരു അവസ്ഥയൊക്കെ സംരക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ളത്. ഒരു കമ്പനിക്ക് കൃത്യമായിട്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ പ്രൊഡക്റ്റിനെ ആളുകൾക്ക് എത്തിക്കാനും ആവശ്യാനുസരണം അതിനുണ്ടാക്കാനൊക്കെ കഴിയുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരുപാട് അപ്രോച്ചസ് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് കുറെ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഇതുമായി വലയം ചെയ്യുന്ന കുറെ കോൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നോട്ട് നിങ്ങൾ സ്വയമേ ഇതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാം. അപ്പൊ ലെക്ചർ നോട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഇതിന്റെ കൂടെ തരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് ഇങ്ങനെ പോയാല് നമുക്കിത് വായിക്കുമ്പോൾ ഒരു ഓക്കെ. ഷോർട്ട് നോട്ട് എന്തായാലും സാറ് കോണ്ടാക്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു നോട്ട് നിങ്ങൾ കൂടെ ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് ഫോളോ ചെയ്തുകൂടെയൊക്കെ കുറിച്ച് വെക്കുകയാണെങ്കിൽ ഒരു നോട്ടൊക്കെ വെച്ചിട്ട് ഓക്കെ, അതും കൂടെ ഒന്ന് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ നമ്മള് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ് അതിനെ കുറിച്ചാണ് പറയുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതുമായി ബന്ധപ്പെട്ട് കുറെ രീതികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിലൊന്ന് വരുന്നത് ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലേ ഞാനൊരു എക്സാമ്പിളൂടെ പറയാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം, ഒരു കമ്പനി എന്ത് ചെയ്യാണ്? 1000 മൊബൈൽസ് ഉണ്ടാക്കുകയാണ്. പക്ഷെ ഈ കമ്പനിക്ക് എന്താണ്? ഒരു മാസത്തെ പ്രൊഡക്ഷൻ ആട്ടോ. ഒരു മാസം ഒരു കമ്പനി 1000 എന്തുണ്ടാക്കുന്നുണ്ട്? മൊബൈൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ 1000 മൊബൈൽ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ആ ഒരു മാസം അവിടുന്ന് വിറ്റ് പോകുന്ന മൊബൈലിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ വെറും 200 ആണ്. അപ്പൊ ഇതില് കുറെ മൊബൈൽ എന്താവുന്നുണ്ട്? വേസ്റ്റ് ആയി പോകുന്നുണ്ട് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഈ കമ്പനി എന്താ ചെയ്യാം? ഒരു മാസത്തെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ആ 200 ആക്കാൻ പറ്റുമോ? ചിലപ്പോൾ എന്ത് ചെയ്യാം, 200 ആക്കിയാൽ ചിലപ്പോൾ ആ ഒരു മാസം ഒരു 210 ആളുകൾ ചിലപ്പോൾ ഫോൺ മേടിക്കാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ബാലൻസ് വെച്ചുകൊണ്ട് ഒരു 250 മുതൽ 300 വരെയുള്ള ഫോൺ എന്ത് ചെയ്യുന്നു? ആ കമ്പനി ഉണ്ടാക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇത് ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഉദാഹരണമാണ്. അപ്പൊ ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിനെ എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞോ, ഇറ്റ് ഹൈലൈറ്റ്സ് കോൺസെപ്റ്റ്സ് സച്ച് ആസ് വാല്യൂ, ഫ്ലോ, വേസ്റ്റ് ആൻഡ് എക്സലൻസ്, പെർഫെക്ഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇതില് ആരും വോയിസ് ഓണാക്കിയിട്ടുണ്ട്. വോയിസ് ആവശ്യ സമയത്ത് ഓണാക്കിയാൽ മതി കേട്ടോ. റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോ നമ്മള് പറഞ്ഞത് ഈ ഒരു ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ വരുന്ന സമയത്ത് ഇതില് പ്രധാനപ്പെട്ട് നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വാല്യൂവിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ അനാവശ്യമായിട്ട് നഷ്ടപ്പെടുത്തുന്നുള്ളതല്ല അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ഫ്ലോ, ഇതിന്റെ ഒരു ഫ്ലോനെസിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വേസ്റ്റിനെ കുറക്കാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സലൻസ്, പെർഫെക്ഷൻ, നല്ല രീതിയിൽ കമ്പനിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു കാര്യമൊക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഡിഫൈൻ എ വെൽ ഡിസൈൻഡ് സപ്ലൈ ചെയിൻ ദാറ്റ് ഓപ്പറേറ്റ്സ് ആൻഡ് ഡെലിവേഴ്സ് പ്രൊഡക്റ്റ് ടു ദി എൻഡ് കസ്റ്റമർ വിത്ത് മിനിമം വേസ്റ്റേജ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വേസ്റ്റേജ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, എന്നാൽ ഈ പറയുന്ന കസ്റ്റമേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റിനെ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുന്നു.
അപ്പൊ അതാണ് നമ്മൾ ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അജൈൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് മറ്റൊരു രീതി. നമുക്കൊരു ഉദാഹരണത്തോട് പറയാം. ഇപ്പോ ഒരു കമ്പനിയിൽ എന്തുണ്ട്, ഒരു കമ്പനി ഉദാഹരണത്തിന് ഒരു ഡ്രസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് നമുക്കൊരു പേരിടാം. അപ്പോൾ സീറോ എന്ന കമ്പനിയാണ്, ഡ്രസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയിൽ ഇങ്ങനെ ഡ്രസ്സ് ഒരു ഓല രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ട്രെൻഡ് ഉണ്ടാവാണ്, ഒരു സ്പെസിഫിക് ഡിസൈനിലുള്ള ഒരു ട്രെൻഡ് വരാണ്, ഈ ഡിസൈനിൽ വരാണ്. ഒരു സ്പെസിഫിക് ട്രെൻഡിലുള്ള ഒരു ഡ്രസ്സ് എന്താണ് പുറത്ത് ഇപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സ്കൂളിലൂടെ അതേപോലെ യൂട്യൂബിലൊക്കെ ഒരു ട്രെൻഡ് ആകെ വ്യാപകമാണ്. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യാണ്, ആ ട്രെൻഡിനെ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ ഓരോ കയ്യിലുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഈ മാനുഫാക്ചറിങ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവര് ആ ഒരു ട്രെൻഡിനെ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവര് അതിനെ മാനേജ് ചെയ്യുകയും ആ പുതിയ ട്രെൻഡിനെ അവർ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കുറെ ഡ്രസ്സുകൾ ഈ സീറോ കമ്പനി ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ ട്രെൻഡിനെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ വരുന്ന മാറ്റങ്ങൾ കമ്പനിയിൽ അതേപോലെ ലോകത്ത് വരുന്ന പുതിയ മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രൊഡക്ട്സിനെ ആ രീതിയിലേക്ക് കമ്പനിയെ അൾട്ടർ ചെയ്യുന്നതിന് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നതിനാണ് നമ്മൾ അജൈൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ എന്താണ്, ദിസ് എൻകോമ്പസസ് tools, techniques and initiatives that enable an organization to thrive under conditions of unpredictable change. ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടായത്. അതായത് എന്താണ്, ഈ കമ്പനി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാറ്റം, ഡ്രസ്സിൽ ഇങ്ങനെ ഒരു ഡിസൈനുള്ള ഡ്രസ്സ് ഇത്രയും പെട്ടെന്ന് പോപ്പുലർ ആവുമെന്ന് ആരും ഈ കമ്പനി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വരുന്ന ഒരു മാറ്റം, ആ ഒരു സന്ദർഭത്തിൽ ത്രൈവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ്, ടെക്നിക്സ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കമ്പനിയെ നിർത്തുന്നു. ആ ഒരു മാനേജ്മെന്റിനെ സ്വീകരിക്കുന്ന ലോജിസ്റ്റിക്സിലെ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അജൈൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അജൈൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എനേബിൾസ് അച്ചീവിംഗ് റാപ്പിഡ് റെസ്പോൺസ് ടു കസ്റ്റമർ നീഡ്സ്. കസ്റ്റമർക്ക് ഏത് നീഡ്സാണ് വേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ എന്താ പറഞ്ഞത്, പുതിയ രീതിയിലുള്ള ഡിസൈനുള്ള ഒരു ഡ്രസ്സ്. അപ്പൊ അതൊരു കസ്റ്റമറുടെ നീഡാണ്. അതിനെ പെട്ടെന്ന് റാപ്പിഡ് റെസ്പോൺസ്, പെട്ടെന്ന് തന്നെ അതിൽ അവരുടെ ടെക്നോളജിയും മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ സോൾവ് ചെയ്ത് കൊടുക്കുക. അലോങ് വിത്ത് ദി എബിലിറ്റി ടു ക്വിക്ലി റീകോൺഫിഗർ ഓപ്പറേഷൻസ് ടു റെസ്പോണ്ട് റാപ്പിഡ്ലി ടു അൺഫോർസീൻ ഷിഫ്റ്റ്സ് ഇൻ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസിലുള്ള ഈ മാറ്റത്തെ അവർക്ക് മുൻകൂട്ടി അറിയില്ല. ഇതൊരു ആ മാറ്റത്തെ എന്താണ് അവര് മനസ്സിലാക്കിക്കൊണ്ട് അവര് പെട്ടെന്ന് തന്നെ പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും എന്നിട്ട് അവരുടെ കമ്പനിയുടെ ഒരു എഫിഷ്യൻസി നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അജൈൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്. ഇനി മനസ്സിലായില്ലേ? ഹലോ, മനസ്സിലായി? ഓക്കെ, ഇനി അടുത്തൊരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ടൈപ്പാണ് റെസിലിയന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഇത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ തന്നെ പറയാം. ഇപ്പൊ ഉദാഹരണം, ഒരു പാൻഡമിക് വന്നു. ഉദാഹരണം നമ്മള് ഇപ്പോ ലാസ്റ്റ് കേരളത്തിൽ നടന്നൊരു പാൻഡമിക് എന്താണ്, എല്ലാരെയും ഭയങ്കരമായിട്ട് ബാധിച്ചൊരു പ്രശ്നം കോവിഡ്. അതെ, കോവിഡാണ്. അപ്പൊ കോവിഡ് സമയത്ത് എന്താണ്, ഇപ്പോ ഇവിടെ മലപ്പുറത്തുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇപ്പോ ഉദാഹരണം ഇപ്പൊ അതിൽ ഇപ്പോ അവിടുന്ന് മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്നുണ്ട് ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അവരെന്താണ് ആ പെരിന്തൽമണ്ണ റൂട്ടിലൂടെ അവരുടെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് പോകുന്നതാണ്. അപ്പോ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, അവര് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ റൂട്ട്സിനെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിലിയന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സിസ്റ്റംസ് എബിലിറ്റി ടു റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ state or a new or desired state after the elimination of unproductive or negative process. ഇവിടെയുള്ള അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, പാൻഡമിക് വന്നു, കൊറോണ വന്നു, പെരിന്തൽമണ്ണ വഴിയുള്ള ആ റൂട്ട് മൊത്തം അടച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു നെഗറ്റീവ് എഫക്റ്റിനെ അവർ മാറ്റിക്കൊണ്ട് കമ്പനിയുടെ ആദ്യത്തെ അവസ്ഥ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ന്യൂ ഓർ ഡിസൈഡ് സ്റ്റേറ്റ്, അവരുദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റിലേക്കോ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മളെന്ന് പറയുന്നത്
റെസിലിയന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനപ്പെട്ട് വരുന്ന 4 കീ പില്ലേഴ്സ് ഓഫ് റെസിലിയന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട 4 പില്ലേഴ്സ് പറയുന്നുണ്ട്. ഒന്ന് വിസിബിലിറ്റി ആണ്. വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വിസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് എന്ത് പറഞ്ഞു, പാൻഡമിക് വന്നു, റോഡാകെ ബ്ലോക്കായി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ഇവിടെ മലപ്പുറത്തുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് പെരിന്തൽമണ്ണ റൂട്ടിലൂടെ സ്ഥിരമായിട്ട് പോകുന്നതാണ്. പക്ഷേ കൊറോണ വന്നപ്പോൾ ആ റൂട്ട് ബ്ലോക്കായി. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കലാണ് വിസിബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു നല്ല വീക്ഷണത്തോടെ അതിനെ മനസ്സിലാക്കുക. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ആവശ്യത്തിന് അനുസരിച്ചുകൊണ്ട് കമ്പനി ഫ്ലെക്സിബിൾ ആവുക. ഉദാഹരണം ചെയ്യുക, ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വഴികൾ കണ്ടെത്തുക. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനീസ് കുറെ ഉണ്ടാവും. അവരുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്പനിയെ എന്ത് ചെയ്യുക, അവരുമായി ബന്ധപ്പെട്ട് കൊളാബറേറ്റ് ചെയ്യുക. അതിനാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, കൺട്രോൾ. അപ്പൊ അങ്ങനെ എല്ലാം നടന്നു. ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയെ ബന്ധപ്പെട്ടു, വേറെ വഴി കണ്ടെത്തി. അപ്പൊ ആ വഴിയിലൂടെ പോകുന്ന ആ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് മാറ്റിയിട്ട് പോകുന്ന പ്രൊഡക്റ്റ് അവിടെ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡിലേ വരുന്നുണ്ടോ, അതേപോലെ വേറെ എന്തെങ്കിലും കോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, നേരത്തെ സമയത്ത് പ്രൊഡക്റ്റ് എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതിനേക്കാൾ പൈസ ഇതിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ, അതിനെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കലാണ് കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇതാണ് ഇതിൽ റെസിലിയന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ വരുന്ന 4 കീ പില്ലേഴ്സ്. പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കണം. വിസിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, കൊളാബറേഷൻ, കൺട്രോൾ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. അത് ആ പേര് തന്നെ ഉണ്ട് അല്ലെ. ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്, ഒരു മിനിറ്റ്. ഓക്കെ, ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മള് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കേട്ട ആൾക്കാരല്ലേ ഇതില്? അതെ. അതെ, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? നമ്മളെ ഇക്കോസിസ്റ്റം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? അത് ശരിയാണ്, നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാം. അതെ. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രസന്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, ഇപ്പൊ പോപ്പുലേഷൻ ഉണ്ടല്ലോ, അവരുടെ നീഡ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ നീഡ്സ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അതേ സമയം തന്നെ വരാനിരിക്കുന്ന ആളുകൾ, ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ആളുകൾ അവരുടെയും നീഡ്സിനെയും എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു വികസനത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മനസ്സിലായില്ലേ? ഇപ്പോഴുള്ള ആളുകളും അതേപോലെ ഇനി വരാനിരിക്കുന്ന ആളുകളെയും, ഇവരെ രണ്ടുപേരെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളൊരു വികസനത്തെ അപ്രോച്ച് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ വികസനം കൊണ്ടുവരുന്നതാണ് നമ്മൾ എന്താ പറയാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാ. ഓക്കെ, അപ്പോ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എന്താ പറയാ ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയാ. ഓക്കെ, ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ഈസ് പ്രോ എക്കോളജിക്കൽ. എന്താ അറിയോ? അതായത് നമ്മുടെ എക്കോളജി, നമ്മുടെ ഒരു പ്രകൃതി ഉണ്ടല്ലോ, അതിനോട് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരാം. അതേപോലെ ആൻഡ് directly stems from the deteriorating environment conditions reflected in lower supply of raw materials, excessive waste and increased pollution levels. ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പോ റോ മെറ്റീരിയൽസ്, ഉദാഹരണം ഒരു പേപ്പർ ഉണ്ടാക്കാൻ കുറെ മരങ്ങൾ കട്ട് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേപ്പറിന്റെ റോ മെറ്റീരിയൽ എന്താണ്, അവിടെ മരമാണ്. അപ്പൊ ഈ കുറെ മരത്തെ യൂസ് ചെയ്യുന്ന പകരം എന്ത് ചെയ്യാം, കുറച്ച് മരത്തെ യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ റോ മെറ്റീരിയൽസിൽ അത് എന്ത് ചെയ്യുക, അതിനെ കുറയ്ക്കുക, ലോവർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. അതേപോലെ എക്സസീവ് വേസ്റ്റ് ഉണ്ടല്ലോ, ഒരുപാട് വേസ്റ്റ് വരിക, അതിനൊക്കെ ഒഴിവാക്കുക. അതേപോലെ പൊല്യൂഷൻ ലെവൽസ് കൂടുക, അതിനെന്ത് ചെയ്യുക, കുറയ്ക്കുക. അങ്ങനെയൊക്കെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായില്ല. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അത് അവസാനം ഒരു പ്രൊഡ്യൂസറിലേക്ക് എത്തുന്നു. അപ്പൊ അതുവരെ നടക്കുന്ന ആ പ്രോസസ്സിന്റെ ഒരു ഫ്ലോനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ നടക്കുന്ന പ്രോസസ്സ്, അതിൽ ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ സ്വീകരിക്കുന്ന രീതി, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്
ഈ ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വിശേഷണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്യൂസ് വരുന്നുണ്ട്, റീയൂസ്, റീവർക്ക്, റീഫർബിഷ് എന്ന് മനസ്സിലായോ? ഇതിന് അർത്ഥം പറയണ്ടല്ലോ, അറിയുന്നില്ലേ? റീഫർബിഷ് എന്ന് പറഞ്ഞാൽ പുതുക്കി പണിയാന്നൊക്കെ അർത്ഥം. ഇപ്പോൾ നമ്മള് ഒരു ഫോൺ എന്ത് ചെയ്യുന്നു, മൊത്തം ഫോണായില്ല ഉദാഹരണം, ഇവിടെ ഒരു ഫോൺ എന്ത് ചെയ്യുന്നു, അത് കേടുവന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഒഴിവാക്കുന്നതിന് പകരം അതിനെ ഒന്നും കൂടെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ പുതുക്കി പണിയുന്നു. അതിനാണ് റീഫർബിഷ് എന്ന് പറയാം. ഓക്കെ. പിന്നെ റീക്ലെയിം, അതേപോലെ റീസൈക്കിൾ, റീമാനുഫാക്ചർ എന്നൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ വിശേഷണങ്ങളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതൊക്കെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ വരുന്ന ലാസ്റ്റ് ഒരു അപ്രോച്ച് ആണ് ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാനേജേഴ്സ് കൃത്യമായിട്ട് നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഇട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരു കമ്പനിക്ക് ഷെയർ ഇട്ട ആളുകൾ, അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്യും മാനേജേഴ്സ്. കൃത്യമായിട്ട് അവരെ കോൺസ്റ്റന്റ്ലി ആയിട്ട് നിരന്തരമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുകയും എന്നിട്ട് കമ്പനിയുടെ ഒരു ക്വാളിറ്റിയെ മെച്ചപ്പെടുത്തുകയും ഇംപ്രൂവ് ചെയ്യുകയും അങ്ങനെ ആ രീതിയിൽ നടക്കുന്ന ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നിരന്തരമായിട്ട് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് മാനേജേഴ്സ് ബന്ധപ്പെടുമ്പോൾ ഈ ക്വാളിറ്റി കൃത്യമായിട്ട് നിർത്താനും ഇത് കമ്പനിക്ക് വേണ്ട ആവശ്യമായ ടെക്നോളജി കമ്പ്യൂട്ടറൈസേഷൻ ഉറപ്പുവരുത്താനും അതേപോലെ ഈ ഇതിന്റെ ഒരു കമ്പനിയിൽ ഒരു ഫ്ലോ ഓഫ് മാനേജ്മെന്റ് ഉണ്ടാവുമല്ലോ, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ലോജിസ്റ്റിക്സ് ഡെവലപ്മെന്റ് അത് കമ്പനിയിലേക്ക് ഉൾപ്പെടുത്താനും, അതേപോലെ നേരത്തെ പറഞ്ഞ ഈ ഫ്ലോ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവര് അത് പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇടയിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പൊ അതിനെയൊക്കെ കൃത്യമായിട്ട് സെക്യൂർ ചെയ്ത് അതിന് അവിടെ ഒരു എഫിഷ്യൻസി കൊണ്ടുവരാനും ഇപ്പൊ പരമാവധി കോസ്റ്റ് ഒക്കെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഈ ഒരു അപ്രോച്ച് ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള അപ്രോച്ച് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. ഓക്കെ. മനസ്സിലായില്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ സ്പെസിഫിക് കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? റെസ്പോണ്ട് ചെയ്യൂട്ടോ. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ, ചോദിക്കാം. അത് പിന്നെ മൊത്തത്തില് ഒരു കമ്പനീന്റെ വളർച്ച നോക്കുന്നതാ ഏത് ഈ ടോട്ടൽ ലോജിസ്റ്റിക്സ്. ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലേ മൊത്തത്തിൽ വളർച്ച നോക്കല്ല, അതിനെ നമ്മൾ പറഞ്ഞല്ലോ. അതായത് എന്ത് ചെയ്യുന്നു, ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നടക്കുന്നത് വെച്ചാല് ഒരു കമ്പനിയുടെ മാനേജർ, ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഫാൻസി കമ്പനിയുടെ ഒരു ഉദാഹരണം നമ്മൾ സീറോ എന്ന് പറഞ്ഞു. ഇപ്പൊ സീറോ കമ്പനിയുടെ മാനേജർ എന്ത് ചെയ്യുന്നു, അതിൽ ഷെയർ ഇട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, ആ ആളുകളോട് നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും എന്നിട്ട് കമ്പനിയിലേക്ക് വേണ്ട ആവശ്യങ്ങൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ, അതേപോലെ ഈ കമ്പനിയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, പാക്കേജിങ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈ കമ്പനിക്ക് അകത്തുള്ള കമ്പനിയുടെ ഈ ഷെയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരോട് നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ കമ്പനിയുടെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ആ രീതിക്കാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സ്കോപ്പ് എന്താണ് അല്ലെ? സ്കോപ്പ് പറയേണ്ടതുണ്ടോ എന്ന് വെച്ചാല് ഒരു കമ്പനിക്ക് കൃത്യമായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അത് പോകണമെന്നുണ്ടെങ്കിൽ, അത് ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വേണം. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇപ്പൊ കമ്പനിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ അത് ആ ഒരു സ്റ്റോക്ക് കൃത്യമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന വെയർഹൗസ്, അതേപോലെ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാം, പാക്കേജിങ്, ഇതിലൊക്കെ കൃത്യമായിട്ട് എന്തുണ്ട്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന് കൃത്യമായിട്ടൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ സ്കോപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് ലോജിസ്റ്റിക്സ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഒരു പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസപ്ഷൻ,
അപ്പൊ അതിനിടയിലുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അതില് ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ പാക്കേജിങ്, അതിനെ കൃത്യമായിട്ട് അവിടെ സൂക്ഷിക്കണം, അതിന്റെ വെയർഹൗസ് എങ്ങനെ ഉണ്ടാക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന ആ ഒരു കാര്യമാണ് എന്ത് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സ്കോപ്പിൽ വരുന്ന ഒരു കാര്യമാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നമ്മൾ കുറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അത് മാത്രം മതിയോ? പോരല്ലോ. അപ്പോൾ ആ മെറ്റീരിയൽസിനെ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന മുമ്പായിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്യേണ്ടി വരും. അതേപോലെ ഒരു ഓർഗനൈസേഷൻ വേണ്ടി വരും. അതേപോലെ നമ്മുടെ സ്റ്റോക്ക് എവിടെ നമ്മൾ സൂക്ഷിക്കണം, വെയർ ഹൗസിങ് എങ്ങനെയൊക്കെ നടത്തണം. അതേപോലെ പ്രൊക്യൂർമെന്റ് പറഞ്ഞാൽ മനസ്സിലായോ? പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ പുറത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ. ഒരു കമ്പനിക്ക് പുറത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഈ കമ്പനിയിലേക്ക് വരുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യത്തെയാണ്, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വസ്തുക്കളെ വേണ്ട രീതിയിൽ സ്വീകരിക്കുക. അതേപോലെ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഉണ്ടായ കാര്യങ്ങളുണ്ടല്ലോ, ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയ ആ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അപ്പൊ അങ്ങനെ ഈ മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഒരു സ്കോപ്പിൽ വരുന്നതാണ്. പിന്നെ അടുത്ത ഒരു വിഷയമാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അഭയത്തിനുണ്ട് അത്. അതായത് നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ നമ്മുടെ വെയർഹൗസിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് അതിൽ അവർക്ക് എത്തിക്കുന്ന ആ ഒരു മൂവ്മെന്റിനെ കുറിച്ചും, അതേപോലെ വെയർഹൗസിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോറേജ് ഫങ്ഷൻസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വരുന്നൊരു കാര്യമാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അതിനെ ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അത് എന്തിനാണ് ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു സ്കോപ്പാണ് സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു കമ്പനിക്ക് വേണ്ട റിസോഴ്സസ്, അതേപോലെ ഈ കമ്പനിയിലേക്ക് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിലേക്ക് ഈ റോ മെറ്റീരിയൽസ് ഉണ്ടാവില്ല, ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ കൊടുക്കുന്ന ആളുകൾ, അവരാണ് സപ്ലൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസോഴ്സസും അതേപോലെ സപ്ലൈസും ഇവരെന്ത് ചെയ്യാ, ഇത് ഒരു കമ്പനിയുടെ ഓപ്പറേഷനിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസോഴ്സസ് അവിടെ നിന്നൊക്കെ കിട്ടും, അതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ ഈ റിസോഴ്സസ് ആര് മുഖേനൊക്കെ കിട്ടും. അപ്പോൾ സപ്ലൈസ് ഉണ്ടാവുമല്ലോ, അതില് നമുക്ക് ഈ സപ്ലൈസ് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തരാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്, അപ്പൊ അതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ അതിനെ അക്വയർ ചെയ്യുക. അത് ആ മനസ്സിലാക്കാൻ മാത്രം പോരല്ലോ, എന്താണ് ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണം, അതിന് അക്വയർ ചെയ്യണം, മേടിക്കണം. അപ്പൊ അക്വയർ ചെയ്യുക. അതേപോലെ അങ്ങനെ നമ്മൾ കിട്ടിയ ആ റിസോഴ്സിനെ കിട്ടിയാൽ മാത്രം പോരാ, അതിനെ മാനേജ് ചെയ്യാൻ വേണം, നല്ല രീതിയിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആളിലേക്ക് എത്തിക്കാനും കഴിയണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നൊരു കാര്യമാണ് സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഇതിന്റെ ഒരു സ്കോപ്പിൽ വരുന്നതാണ്. പിന്നെ അവസാനമായിട്ടുള്ള കാര്യം, ഇപ്പൊ ഒരു എക്സ്പോർട്ടിങ് ഇല്ലേ, അതിൽ വരുമോ? ഇപ്പൊ നമ്മള് വേറെ രാജ്യത്ത് നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ടിങ്, അത് ഏത് എക്സ്പോർട്ട് അതായത് വേറെ രാജ്യത്ത് നമ്മളെ കമ്പനിയിലേക്ക് വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുത്തുന്നതാണോ? അത് ഇപ്പൊ പറഞ്ഞല്ലോ, അത് ഇൻബൗണ്ട് മാനേജ്മെന്റ് എന്ന് പറയും. ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, അത് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്ന കുറിച്ചാണ് ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ സപ്ലൈ മാനേജ്മെന്റിൽ അത് വരുന്ന വെച്ചാൽ വരും. സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തേന്ന് ഇങ്ങോട്ട് വരുന്ന പ്രൊഡക്റ്റ്, അതിനെന്ത് ചെയ്യാ, അത് ആ പ്രൊഡക്റ്റ്, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് പുറത്തുനിന്ന് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും, ഏതൊക്കെ രാജ്യത്ത് നിന്ന് കിട്ടും. അതേപോലെ ആ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അതിനെ സൂക്ഷിക്കുന്നു, അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്. അതാണ് സപ്ലൈ മാനേജ്മെന്റിൽ ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക്സ്. സെൻട്രലൈസ്ഡ് പറഞ്ഞാൽ എന്താ? സെൻട്രലൈസ്ഡ് പറഞ്ഞാൽ എന്താ? ഒരു മൊത്തത്തിൽ പറയുന്ന പോലെ. അതെ, അതായത് നമ്മളെന്ത് ചെയ്യാ, മൊത്തത്തിൽ എന്ന് പറഞ്ഞാല് ഓരോ കമ്പനിക്ക് ഉണ്ടാവും ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും അല്ലെ, ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവൂലേ?
ഇപ്പൊ ജാസ്മിൻ അല്ലേ, ജാസ്മിൻ എന്താണ് ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങുമെന്ന് പറയുന്നു. അപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു ഹെഡ് ഓഫീസ് എന്തായാലും ഉണ്ടാവൂലേ? ഉണ്ടാവും. അതെ. അപ്പോ ഹെഡ് ഓഫീസ് ഉണ്ടാക്കുക, അതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കുക, അതിന് നമ്മൾ സെൻട്രലൈസർ എന്ന് പറയുന്നത്. സെൻട്രലൈസ് ചെയ്യാന്ന് അറിയില്ലേ? ഓക്കെ. നമ്മുടെ ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ, അതെ, നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആളുകളും ഓർഗനൈസേഴ്സ് ഒക്കെ വരുന്ന, അവർ വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്ത്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഡീസെൻട്രലൈസ്ഡ്. അപ്പൊ സെൻട്രലൈസ്ഡ് അതിന് മുമ്പ് ഡി എന്തോ അതിനെ ഒഴിവാക്കുക. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ലോക്കലായിട്ട് ഓരോ സ്ഥലത്തും എന്ത് ചെയ്യണം, അതിന്റെ ബൈ കമ്പനീസ് അല്ലെങ്കിൽ ബൈ ആയിട്ട് കുറെ ബിൽഡിങ്സ് ഉണ്ടാക്കണം അല്ലെ? വേണ്ടിയല്ലേ? ഇങ്ങനെ ഏജന്റ് വഴി അങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ഏജന്റ് വഴി അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതായത് ഇപ്പൊ നമ്മള് ഉദാഹരണം ഇപ്പോ സീറോ കമ്പനി, ആ സീറോ കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഡൽഹിയിലാണ്. പക്ഷെ ഡൽഹിയിൽ മാത്രം ഉണ്ടാക്കിയാൽ ഓർക്ക് എന്ത് ചെയ്യും, ഈ ഓരോ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റൂല. അപ്പൊ ഓരെന്ത് ചെയ്യും, അങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പൊ ഉദാഹരണം ഈ ഡൽഹിയിലുള്ള ആസ്ഥാനം എന്ത് ചെയ്യുന്നു, അതിന് പകരമായിട്ട് ഇവര് കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു, അതേപോലെ ആസാമിലൊന്നും ഉണ്ടാക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ സ്ഥലത്തും അവരൊരു ചെറിയ മെയിൻ കമ്പനിന്റെ കീഴിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെ ഈ കൃത്യമായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിനെ കൃത്യമായിട്ട് എത്തിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുക, ഒരു ചാനൽ ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പൊ അതിനാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഒരൊറ്റ കേന്ദ്രത്തിലാക്കുന്നതിന് പകരം ഓരോ ലോക്കലായിട്ടുള്ള ഏരിയയിൽ പല കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ നമ്മുടെ പ്രൊഡക്ട്സിനെ എല്ലാവരിലേക്ക് എത്തിക്കാനുള്ളതാണ്. അപ്പൊ അതാണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഈ പുതിയ കമ്പനി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്തും ഓരോ കൾച്ചർ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മള് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എന്താ പറയാ, ഉദാഹരണം നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഉള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അല്ലെ? ഇപ്പൊ ഉദാഹരണം ഇപ്പോ ഇതിലാരെങ്കിലും ഒരാള് ഒരു നല്ലൊരു വിജയം നേടി, ഒരു എക്സാം നല്ല വിജയം നേടിയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കാതെ അവരുടെ പാരന്റ്സിന്റെ, അതേപോലെ അവരുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു വിജയമായിട്ടാണ് അല്ലെ? അതെ. അപ്പോ പക്ഷെ നമ്മളിത് ഒരു വെസ്റ്റേൺ കൺട്രിയിലേക്ക് പോകുമ്പോൾ എന്താണ്, അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നത് ഒന്നുകൂടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അതായത് ഒരാളുടെ വിജയം അയാളുടെ പരിശ്രമം കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് അവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ഓരോ കൾച്ചർ ഉണ്ടാവും. അപ്പൊ ആ കൾച്ചറിനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ നമ്മുടെ മെയിൻ കമ്പനിയുടെ ബൈ ആയിട്ടുള്ള കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഏരിയയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു റീച്ചിനെ കൂട്ടാനുള്ള ഒരു മാർഗമാണ് എന്ത്, ഡീസെൻട്രലൈസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനും എന്തുണ്ട്, ലോജിസ്റ്റിക്സിൽ സ്കോപ്പ് ഉണ്ട്. അതിന്റെ സ്കോപ്പായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. ഓക്കെ, അതൊക്കെ മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ബിസിനസ് ലോജിസ്റ്റിക്സ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സപ്ലൈ മാനേജ്മെന്റ്, ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക്സ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. ഇനി ഇതില് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. നമ്മളിപ്പോ അതിന്റെ സ്കോപ്പ് പറഞ്ഞു അല്ലെ? ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറിച്ച് പറയുമ്പോൾ നമ്മള് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താ മനസ്സിലായില്ലേ? ഇനി അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോ ഒരു കമ്പനി ഭയങ്കര എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വേണം. ഇപ്പോ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചൂസിങ് ദി മോസ്റ്റ് എഫക്റ്റീവ് റൂട്ട്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ട വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റൂട്ടുകളെ കണ്ടെത്തുക. അതേപോലെ ഡിസ്കവറിങ് ദി മോസ്റ്റ് കോമ്പീറ്റന്റ് ഡെലിവറി മെത്തേഡ്. ഏറ്റവും നല്ലൊരു കൈകുറ്റായിട്ടുള്ള ഒരു ഡെലിവറി മെത്തേഡ് എന്താണെന്നുള്ളത് ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക, അതിനെ ആവിഷ്കരിക്കുക. അതേപോലെ യൂസിങ് സോഫ്റ്റ്വെയർ ആൻഡ് IT റിസോഴ്സസ് ടു പ്രൊഫിഷ്യന്റ്ലി ഹാൻഡിൽ റിലേറ്റഡ് പ്രോസസ്സസ്. അതായത് നമ്മൾ ഇപ്പോ പുതിയ കാലത്തൊക്കെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, കൃത്യമായിട്ട് സോഫ്റ്റ്വെയറും അതേപോലെ IT റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളത്, അതിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഈ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ വരുന്നതാണ്. അങ്ങനെ ഈ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേയും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ആളിലേക്ക് എത്തിക്കാൻ പറ്റും, അവരുടെ മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതില്
ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന് വളരെ രീതിയിലുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുമ്പോൾ അതാണ് പറയാൻ പറ്റുന്നത്. നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ 5 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഇപ്പൊ നമ്മളൊരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു, അപ്പൊ അത് മാനേജ് ചെയ്ത് വരുന്നത് ഈ ഒരു ഇതിന്. അതെ. ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണമാണ്. നമ്മൾ അതിനൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കണം. ഇപ്പൊ ഫ്ലിപ്കാർട്ട് അല്ലേ പറഞ്ഞത് അല്ലെ? ഫ്ലിപ്കാർട്ട് അല്ലേ പറഞ്ഞത്? അതെ. ഓക്കെ. ഫ്ലിപ്കാർട്ടിൽ എന്തുണ്ട്? ഇപ്പൊ ഫ്ലിപ്കാർട്ടിന് ഓർക്കൊരു മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പൊ ഓരോരു മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അല്ല ഇപ്പൊ ഒരു ട്രാക്ക് ചെയ്താല് ഒരു ചെയിനായിട്ട് ഇങ്ങനെ വരുന്ന ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഡെലിവറി എന്ന് പറഞ്ഞല്ലോ. ഒരു നേരത്തെ പറഞ്ഞ ഓർമ്മല്ലേ ഡെലിവറിന്റെ കാര്യം പറഞ്ഞത്? ഓർമ്മയുണ്ട്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞില്ലേ? അതായത് ഇപ്പോ ഫ്ലിപ്കാർട്ട് എന്താ ചെയ്യണത്? അതായത് അവർക്ക് കുറെ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാവും അല്ലെ? കുറെ പ്രൊഡക്റ്റിന്റെ കമ്പനിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടാകും അല്ലെ? അപ്പൊ ഓരോ പ്രൊഡക്ഷൻ ആ ഒരു കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ ആളുകളിലേക്ക് ഇപ്പോ ഇന്ത്യയിലുള്ള ഡിഫറെന്റ് സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ആര് ചെയ്യുന്നത്? ഫ്ലിപ്കാർട്ട് ചെയ്യുന്നത് അല്ലെ? ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അതെ ഫ്ലിപ്കാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു അർത്ഥം നോക്കുമ്പോൾ എന്താണ് ഫ്ലിപ്കാർട്ട് എന്താണ്? ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അതായത് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്ഷൻ തൊട്ട് അത് ആളിലേക്ക് എത്തിക്കുകയും അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലിപ്കാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിന് വലിയ റോൾ ഉണ്ട് അല്ലെ? അതായത് കമ്പനിയുടെ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ആളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ആരെയുന്നത്? ഫ്ലിപ്കാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫ്ലിപ്കാർട്ട് വരുന്നത് ഇതിൽ എന്താണ്? ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസസ് പ്രൊവൈഡേഴ്സ് ആയിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? അതല്ലേ ചോദിച്ചത്? ഹലോ, അതന്നല്ലേ ഉദ്ദേശിച്ചത് ചോദിച്ചത്? മനസ്സിലായി. ഓക്കെ. ഇനി നമ്മള് ലാസ്റ്റ് ഇതിലാണ് വരുന്നത്. ഇതിനൊരു ഇമ്പോർട്ടൻസ്, അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പോ നമ്മളൊരു ചാർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. പ്ലാനിങ്, മാനേജ്മെന്റ്, പാക്കേജിങ്, ട്രാൻസ്പോർട്ട്, ഇൻവെന്ററി, ട്രാക്കിങ്, ഡിസ്ട്രിബ്യൂഷൻ. അതേപോലെ ഒരു കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതിനെ നടപ്പാക്കുക, അതേപോലെ അതിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു കോസ്റ്റ് റിഡക്ഷൻ അതേപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൃത്യമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ നഷ്ടങ്ങൾ കുറയും. അതേപോലെ കോസ്റ്റ് നേടും. നമ്മുടെ കമ്പനിക്ക് നമ്മൾ ചെലവഴിക്കുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമായിട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, എഫിഷ്യന്റ് ഫ്ലോ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. എന്ത് ചെയ്യണം? ഈ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് കൃത്യമായിട്ട് അതിലൊരു എഫിഷ്യന്റ് ഫ്ലോ വേണമെന്നുള്ളതാണ്. അപ്പോൾ എഫിഷ്യന്റ് ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞല്ലോ, അതായത് ഇങ്ങോട്ട് വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, അതിനെ കൃത്യമായിട്ട് കൃത്യസമയത്ത് നേടണം, കമ്പനിയിലേക്ക് എത്തിക്കണം, എന്നിട്ട് അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ഒരു ഫ്ലോ, അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ അതിന് കൃത്യസമയത്ത് നമ്മുടെ കമ്പനിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു വഴി ഉണ്ടായാൽ മാത്രമാണ് എഫിഷ്യന്റ് ഫ്ലോ നടക്കുള്ളൂ. അപ്പൊ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യമാണ് ഈ ഒരു രണ്ടാമത്തെ പറഞ്ഞ ഈ ഒരു കാര്യം. ഈ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട്
പറയപ്പെടാനുള്ള ഒരു കാരണം കോമ്പറ്റീറ്റീവ് എഡ്ജ്. അപ്പൊ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പനിയുടെ സെയിൽസ് കൂട്ടാൻ പറ്റും. അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ സെയിൽസ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നുണ്ടാകും, ഓരോ കമ്പനിക്ക് ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പൊ അതാണ് കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മാത്രമല്ല, അങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് കമ്പനി സ്വീകരിക്കുന്നതും മാത്രമല്ല, അങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നല്ല മെച്ചപ്പെട്ട പ്രൊഡക്റ്റ് ആണ് കമ്പനി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ടുള്ള അതേപോലെ റിലയബിൾ ആയിട്ടുള്ള എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഡെലിവറി പ്രോസസ്സ് നടക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എഡ്ജിലേക്ക് ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നയിക്കും എന്നുള്ളതാണ്. അതിന്റെ ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള മറ്റൊരു കാരണം കൂടെയാണ് അത്. ഇനി അടുത്തത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞു. അവിടെ എന്ത് വേണം, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളതാണ്. സപ്ലൈസ്, നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആളുകൾ, അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആളുകൾ, അവരോട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണം. അപ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ളത് അത് ലോജിസ്റ്റിക്സിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി അടുത്ത് അതിന് അവസാനമായിട്ട് സൗണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ്. നമ്മുടെ സ്റ്റോക്കിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യും. ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്ഷനും, അതായത് യൂണിറ്റ് ഓഫ് ഒറിജിനും യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ, ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ എന്ത് പറ്റും, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പറ്റും എന്നുള്ളതാണ്. അതാണ് സൗണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? കോമ്പറ്റീറ്റീവ് എഡ്ജ് കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, അത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഓഫ് ഒറിജിൻ മുതൽ പോയിന്റ് ഓഫ് കൺസെപ്ഷൻ, അതിനിടയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിക്ക് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. റാപ്പിഡ് ആയിട്ട് കുറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല അതിൽ ക്വാളിറ്റി നിർത്താനും കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ വെച്ചുകൊണ്ട് ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനും അതുവഴി ആളുകൾ ആ പ്രൊഡക്റ്റ് കൂടുതൽ വാങ്ങാനൊക്കെ നയിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഈ പറയുന്ന കമ്പനികൾക്കിടയിൽ ഉണ്ടാവും, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിക്ക് ആവണം. അപ്പൊ ആ ഒരു കാര്യത്തെ തീരുമാനിക്കുന്നവരാണ് ഏത് കോൺസെപ്റ്റ് ആണ്, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് പറയപ്പെടാനുള്ള ഒരു കാരണമാണ് കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മള് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ് പറ്റി കൊടുത്തിട്ടുള്ളത്. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒറിജിൻ ഓഫ് പ്രൊഡക്റ്റ്, നമ്മൾ പ്രൊഡക്റ്റ് എവിടെയാണ് ഉണ്ടാക്കുന്നത്, അതേപോലെ അത് ആരിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്, അതൊരു പക്ഷേ ഒരു കസ്റ്റമറിലേക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഒരു മാർക്കറ്റിലേക്കായിരിക്കാം. അപ്പോൾ അതിനിടയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്, പ്ലാനിങ്, മാനേജ്മെന്റ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന, അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞു ഫസ്റ്റ് തുടക്കത്തിൽ. പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് കോൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. സ്പെസിഫിക് കോൺസെപ്റ്റിൽ നമ്മൾ ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് തന്നെ കുറെ അപ്രോച്ചസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ലീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അതേപോലെ അജൈൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, റെസിലിയൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഗ്രീൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിന്റെ സ്കോപ്പിനെ കുറിച്ച് പറഞ്ഞു. സ്കോപ്പിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ബിസിനസ് ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സപ്ലൈ മാനേജ്മെന്റ്, ഡീസെൻട്രലൈസ്ഡ് ലോജിസ്റ്റിക്സ്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇതിപ്പോ ഉള്ളത് ജാസ്മിന. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ.